ന്യൂയോർക്കിലെ പുതിയ മേയർ സുഹ്റാൻ മെഹ്മദാനിയുടെ വിക്ടറി സ്പീച്ച് കേൾക്കാനും കാണാനിടയായി. സത്യം പറഞ്ഞാൽ രോമാഞ്ചം ഉണ്ടായി ഹൃദയത്തിനകത്ത്. വേറൊന്നും കൊണ്ടില്ല. അദ്ദേഹം കോട്ട് ചെയ്തത് നമ്മളെല്ലാവരുടെയും അഭിമാനമായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനെയാണ്. നെഹ്റു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അന്ന് അർദ്ധരാത്രി നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി നടത്തിയ വിഖ്യാതമായ പ്രസംഗം. നമ്മൾ എന്തുകൊണ്ട് നെഹ്റുവിനെ വായിക്കുന്നില്ല? ലോകം വായിക്കണം നെഹ്റുവിനെ. മാറ്റത്തിന് വേണ്ടി ലോകം നെഹ്റുവിനെ പുറകിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. നെഹ്റുവിൻ്റെ ആശയങ്ങളെ തേടിപ്പോകുന്ന ലോകത്തിലെ ന്യൂജൻ വിവിധ യൂണിവേഴ്സിറ്റികൾ, ആ യൂണിവേഴ്സിറ്റി റിസർച്ചുകൾ, പല യൂണിവേഴ്സിറ്റികളിലെയും PhD സ്റ്റുഡൻസ് എല്ലാം ഒരു പക്ഷേ സോഷ്യൽ സയൻസ് റിസർച്ച് ചെയ്യുന്നതിൽ അവർ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്ന ലോകത്തിലെ പ്രായോഗികവും ബുദ്ധിപരവുമായ കഴിവുകൾ സമ്മാനിച്ച ആളുകളുടെ പ്രഥമ പട്ടികയിലാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നമ്മൾ ഇന്ത്യക്കാർ പലപ്പോഴും നെഹ്റുവിനെ വായിക്കാൻ മറന്നു പോവുകയാണ്. വേറെ ചിലരാണെങ്കിൽ നെഹ്റുവിനെ വായിപ്പിക്കാതിരിക്കാൻ വേണ്ടി ബോധപൂർവം ശ്രമിക്കുകയാണ്. അതുകൊണ്ട് അത് തന്നെയാണ് ന്യൂയോർക്കിലെ പുതിയ മേയറുടെ നെഹ്റുവിനെ കുറിച്ചുള്ള കോട്ടിങ്സ് ഒരു പ്രത്യേകമായൊരു ആവേശവും ഉണർവും ഉണ്ടാക്കിയിരിക്കുകയാണ്. നമുക്കൊരു നെഹ്റുവിനെ വായിക്കാം, നെഹ്റുവിനെ വായിച്ചു തുടങ്ങാം. ഇങ്ങനൊരു ആശയം സമ്മാനിച്ചതിന് ന്യൂയോർക്ക് മേയർക്ക് ഞാൻ എൻ്റെ ഒരു ഹൃദയത്തിൻ്റെ സല്യൂട്ട് കൂടി നൽകുകയാണ്. ആദ്യം തന്നെ ഒരു ഭാരതീയൻ അറിയേണ്ടതും വായിച്ചിരിക്കേണ്ടതും തിരിച്ചറിയേണ്ടതുമായ ഒന്ന് നെഹ്റുവിൻ്റെ സങ്കല്പങ്ങളാണ്. നെഹ്റുവിൻ്റെ സങ്കല്പങ്ങൾ, നെഹ്റു ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങൾ, നെഹ്റു ഉയർത്തിപ്പിടിച്ച ആശയങ്ങൾ, നെഹ്റുവിൻ്റെ ലോകവീക്ഷണം, ഇതെല്ലാം ഒരു പക്ഷേ കാലം എത്ര കഴിഞ്ഞാലും തേച്ചുമിനിക്ക് ഊതിക്കാച്ചിയ പൊന്നുപോലെ നമ്മുടെ ഹൃദയത്തിനകത്ത് തെളിഞ്ഞു വരും. വേറെ ചിലർക്ക് ഇരുട്ടിൻ്റെ ലോകത്തേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നവർക്ക് ഈ വെളിച്ചം മനസ്സിലാവില്ല. ആകാശത്ത് എത്ര സൂര്യചന്ദ്രന്മാർ നക്ഷത്രങ്ങൾ മുതിച്ചിരുന്നാലും ഈ നക്ഷത്രം അതിനകത്ത് പ്രത്യേകമായി തിളക്കമായി നിൽക്കും. അതാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു. നമുക്ക് നെഹ്റുവിനെ വായിക്കാം. ഞാൻ നെഹ്റുവിൻ്റെ ഒരു വലിയ ഫാനാണ്. ചെറിയ പ്രായത്തിലെ മുതലേ നെഹ്റുവിനെ വായിക്കാൻ ശ്രമിച്ചിട്ടുള്ള ആളാണ്. മണ്ണണ ചെമ്മീനിലിരുന്ന് തലക്കുളം പബ്ലിക് ലൈബ്രറിയിലെ പുസ്തകങ്ങൾ വായിക്കാൻ എടുത്തു കൊണ്ടുപോയപ്പോഴും, പിന്നീട് നാട്ടിൽ SN കോളേജിലെ പബ്ലിക് ലൈബ്രറി ഉപയോഗിച്ചപ്പോഴുമൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച വായന നെഹ്റു തന്നെയായിരുന്നു. അതുകൊണ്ട് ഈ കാലത്ത് നെഹ്റുവിനെ കൂടുതൽ വായിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ശക്തി നമുക്ക് സമാഹരിക്കാം.